ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശനെയാണ് കാണിക്കുന്നത്. ആദർശാണെങ്കിൽ ചന്തുമോളെ ഉറക്കി കിടത്തിയിട്ട് ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുകയോ, ഉറക്കമൊന്നും വരുന്നില്ല. അപ്പോഴത്തേക്കും ആദർശ് ചന്തുമോളെ ഉറക്കി കിടത്തിയതിന് ശേഷം നയനയെ ഫോൺ വിളിക്കുക. ആദർശേട്ടാ, ഞാനിപ്പോൾ ആലോചിച്ചേ ഉള്ളൂ ആദർശേട്ടനെ വിളിക്കാമെന്ന്. അപ്പോഴത്തേക്കും ആദർശേട്ടൻ വിളിച്ചു. നീ എന്താ നയനെ ഉറങ്ങിയില്ലേ? ഇല്ല ആദർശേട്ടാ, ഉറക്കം വരുന്നില്ല. എനിക്കും അങ്ങനെ തന്നെയാ, ഒട്ടും ഉറക്കം വന്നില്ല. എന്തായാലും നീ അധിക ദിവസം അവിടെ നിൽക്കണ്ട കേട്ടോ. അതെന്താ ആദർശേട്ടാ, ഞാനില്ലാണ്ട് ഉറക്കം വരുന്നില്ലേ? ഇല്ല നയനെ, നീ ഇല്ലാണ്ട് എനിക്ക് തീരെ ഉറക്കം വരുന്നില്ല. സാരമില്ല, അമ്മയ്ക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി തരണമെന്ന്. അതുകൊണ്ടാണ് അമ്മ എന്നോട് ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ പറഞ്ഞത്. കുറച്ച് ദിവസം ഇവിടെ നിന്നില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവും ആദർശേട്ടാ. അത് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ എനിക്ക് ഉണ്ടാക്കി തരണമെന്നല്ല. നവ്യേച്ചിയുടെ സ്വഭാവം ഇപ്പം കണ്ടോ, വല്ലാതെ മാറിയിരിക്കുക. ചേച്ചിയാണെങ്കിൽ എല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ ഇത് അമ്മയച്ഛനെയും സമാധാനിപ്പിക്കാതെ അല്ല, വേറെ വഴിയൊന്നുമില്ലല്ലോ. ചേച്ചി ഏത് നേരവും ശത്രുവായിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഇവിടെ വന്ന് ഒച്ചപ്പാടിടും. അബി ജയിലിലായതിനു ശേഷം അബിയുടെ പേരും പറഞ്ഞ് ഇപ്പൊ എന്നെയും നന്ദുവിൻ്റെയും മെക്കിട്ട് കയറിക്കൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഞാൻ അവിടെ നിന്നിട്ട് വരാദർശേട്ടാ എന്നൊക്കെ പറയുക. അത് കേട്ടതും നീ കുറച്ച് ദിവസം അവിടെ നിന്നാലും ഇവിടെയുള്ളവർക്ക് ആർക്കും ഉറക്കം വരില്ല നയനെ, പ്രത്യേകിച്ച് എനിക്കും അമ്മയ്ക്കും. അത് കേട്ടതും നമ്മുടെ നയനെ ചിരിക്കുക. ശരി ശരി, എന്തായാലും ഇപ്പൊ കിടന്നുറങ്ങ്. ചന്തുമോളെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിക്കോ. നാളെ ഞാൻ അങ്ങോട്ട് വരാം. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നീ ഇങ്ങോട്ട് വാ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കിടന്നുറങ്ങുകയൊക്കെ ചെയ്തിട്ട് നേരം വെളുത്ത് കഴിയുമ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് നിന്നെ വീട്ടിൽ വിട്ടോളാം. അങ്ങനെ പോരെ? മനസ്സിലായി, ഞാനില്ലാതെ ആദർശേട്ടന് ഒട്ടും ഉറക്കം വരുന്നില്ല അല്ലേ? മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ കളിയാക്കുക. ശരി ശരി, ഇപ്പൊ കിടന്നുറങ്ങിക്കോ, എന്തായാലും നേരം വെളുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ആദർശിനെ സമാധാനിപ്പിച്ച് ഫോൺ വയ്ക്കുക. ഈ സമയം നമ്മുടെ കനക പാലും കൊണ്ടുവരാം. മോളെ, ഇന്ന പാല്. അമ്മേ, ഞാൻ നാളെ ചിലപ്പോൾ അങ്ങോട്ട് പോകും കേട്ടോ. അയ്യോ, അതെന്താ മോളെ? അല്ലമ്മേ, ആദർശേട്ടന് അവിടെ തീരെ ഉറക്കില്ല. ഏത് നേരവും വിളിക്കുക, എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ച്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാമ്മേ. അത് കേട്ടതും സാരമില്ല, അവർ നിർബന്ധിക്കുകയാണെങ്കിൽ പിന്നെ പോയിട്ട് വാ. എന്തായാലും ഇപ്പം ഇനി അതിനെക്കുറിച്ച് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോളുടെ വീട് അതാ, അതുകൊണ്ട് തന്നെ അവർ നിർബന്ധിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല. മോളെ, ഇതുപോലൊരു അമ്മായിയമ്മയും ഭർത്താവിനെയും കിട്ടുന്നത് ഭാഗ്യം. പല പെൺകുട്ടികളും കെട്ടിച്ചു വിട്ട വീട്ടിൽ നിന്നും തിരിച്ചുപോയി അവരുടെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പോയാൽ അവിടെയുള്ള അമ്മായിയമ്മമാർക്ക് കുശുമ്പായിരിക്കും. അവർക്ക് അങ്ങോട്ടേക്ക് അവരെ വിളിക്കാൻ ഇഷ്ടമില്ലെങ്കിലും വിളിച്ചു വരുത്തും. എന്നിട്ട് അവരെ ഇട്ടോ പെടാപ്പാട് പെടുത്തിക്കും. എന്നാൽ മോൾക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. മോളെ കണ്ണറയെ കാണാനും ഭാര്യയ്ക്കൊരു സ്നേഹിക്കാനുമാണ് ദേവയാനിയും ആദർശമോനും വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോള് പോയിക്കോ, അമ്മ നിർബന്ധിക്കുന്നൊന്നുമില്ല. 7-ാം മാസം കഴിഞ്ഞ് എന്തായാലും ഇങ്ങോട്ടേക്കാണല്ലോ വരുന്നത്. അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. മോള് പോയിട്ട് വാ മോളെ. ഇനിയിപ്പോൾ 7-ാം മാസം കഴിഞ്ഞാലും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, ചടങ്ങൊക്കെ ഉണ്ട്. ആ സമയത്ത് ആദർശേട്ടനും അമ്മയും എന്നെ ഇങ്ങോട്ട് വിടുവോ ആവോ. ഒരു ദിവസം വിട്ടിട്ട് പിന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നേ എന്നൊക്കെ പറയണം. അത് കേട്ടതും നമ്മുടെ കനകയാണെങ്കിലും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. മോളെന്താ പാല് മുഴുവനും കുടിക്കാൻ? മതി അമ്മേ, എന്തോ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് അമ്മമാരുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്നതേ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മോൾക്കിപ്പോൾ ഒരുപാട് ആഗ്രഹം തോന്നും ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ. സാരില്ല, എന്നാലും പോയിക്കോ, അമ്മ മോളെ തടയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകയെ ആശ്വസിപ്പിച്ചിട്ട് അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് അവിടെ ഹോളിൽ ഇങ്ങനെ കുത്തിയിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി, മോനെ നീ ഉറങ്ങിയില്ലേ? ഇല്ലമ്മേ, ഉറക്കം വന്നില്ല. അല്ല, അമ്മ എന്താ ഉറങ്ങാത്തത്? ഒന്നും പറയണ്ട, നയനമോളില്ലാത്തതുകൊണ്ട് ഉറക്കം തീരെ വരുന്നില്ല. മോളെന്തെടുക്കുക? ഞാൻ ഇപ്പൊ വിളിച്ചിരുന്നു അമ്മ, അവള് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുക. അവള് നല്ലവണ്ണം റെസ്റ്റ് എടുക്കുന്നുണ്ടല്ലോ അല്ലേ മോനെ? എൻ്റെ അമ്മേ, അത് അവളുടെ വീടല്ലേ, അവളുടെ അമ്മ അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, എന്നാലും ഒരു ടെൻഷൻ. അല്ല, എനിക്ക് മനസ്സിലായി, നിനക്ക് നല്ല ടെൻഷനുണ്ട്. നയന ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ? ഉള്ള കാര്യം പറയാലോ, അവളില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ലമ്മേ. പിന്നെ എന്തിനാടാ നീ അവളെ അങ്ങോട്ട് വിട്ടത്? അമ്മേ, അത് അവളുടെ വീടല്ലേ. അവളൊരാഗ്രഹം പറയുമ്പോൾ എങ്ങനെയാ അമ്മ അവളെ പിടിച്ചു വയ്ക്കുന്നേ? ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാനുള്ള അധികം നാളുള്ള ഇതൊന്നുമില്ല. പക്ഷെ എന്നാലും അവരാഗ്രഹം പറയുമ്പോൾ നമ്മളത് സാധിച്ചു കൊടുക്കണം. എന്തായാലും അവിടെ അവൾക്ക് പോരടിക്കാൻ ആരും ഇല്ലല്ലോ. ഒരു നാത്തൂനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോരൊക്കെ വരും. എന്നാൽ 3 പെൺമക്കളല്ലേ,
അവളുടെ വീട്ടില് 3 പെൺമക്കളായതുകൊണ്ട് അവൾക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല. സ്നേഹിക്കാൻ അറിയുന്ന ഒരു അച്ഛനും അമ്മയും അവൾക്കുള്ളത്. അങ്ങനെയുള്ളപ്പോ ആ സ്നേഹാനും നയനയ്ക്കും കൊതി കാണില്ലേ അമ്മേ? അത് ശരിയാ, സാരമില്ല, അവൾ അവിടെ നിൽക്കട്ടെ. നാളെ രാവിലെ പോയി വിളിച്ചോണ്ട് വാ. ആ, ഞാൻ നാളെ തന്നെ പോയി വിളിച്ചോണ്ട് വരും. എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല, ഉറക്കവും വരുന്നില്ല. ശരി പോരെ, കാലത്ത് തന്നെ മോനെ അങ്ങോട്ട് ചെല്ലണേ. ശരി അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക. ഈ സമയം എന്ത് ചെയ്യാനാ, ആബി എന്ന് പറയുന്നവൻ ജയിലിലായതിനു ശേഷം നവ്യ എന്ന് പറയുന്നവൾ ഏത് നേരവും വാശിയും വൈരാഗ്യമായിട്ട് നടക്കുക. അങ്ങനെയുള്ളപ്പോൾ എന്തായാലും നമുക്ക് നയനമ്മളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കടുത്ത തീരുമാനം എടുത്ത് എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ചെയ്യാതിരുന്നാൽ മതി. അതാമേ, ആ ഒരു പേടി ഞങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം അവരും പോയി കിടക്കുക. അങ്ങനെ നേരം വെളുത്തതും നയനെയാണ് കാണിക്കുന്നത്. കനക ചായ കൊണ്ട് കൊടുക്കുക. അബേ ദേ, ആദർശേട്ടനും അമ്മയൊന്നും ഇന്നലെ രാത്രി ഒന്നും ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. അവർക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന്. അത് കേട്ടതും അത് ഞങ്ങൾക്കറിയാലോ, സാരമില്ല മോള് പോയിക്കോ. എന്തായാലും പിന്നെ ഇടയ്ക്കൊക്കെ അമ്മയെ കാണണമെന്ന് തോന്നുമ്പോൾ വിളിക്കണേ. ഒന്നെങ്കിൽ അമ്മ അങ്ങോട്ട് വരാം, ഇല്ലെങ്കിൽ മോൾ ഇങ്ങോട്ട് വന്നാൽ മതി. ശരി അമ്മേ, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയൻ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം കനകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയാ, അമ്മേ പിന്നെ ആദർശേട്ടൻ പറഞ്ഞു എൻ്റെ ആർട്ട് ഗാലറി ഒന്ന് പുതുക്കി പണിയണമെന്ന്. അത് പുതുക്കി പണിത് ഒരു സ്റ്റാഫിനെ വെക്കാമെന്ന്. സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ഛന് ക്യാഷ് കൗണ്ടറിൽ മാത്രം ഇരുന്നാൽ മതിയല്ലോ. അതൊന്നും വേണ്ട മോളെ. ആദർശ് മോൻ ഇപ്പം തന്നെ ഈ വീട് ഞങ്ങളുടെ പേരിൽ മേടിച്ചു തന്നില്ലേ, ഇത് തന്നെ വലിയ കാര്യം. ഇനി ഇതിൻ്റെ പേരിൽ ഞങ്ങളുടെ പേരിൽ ഒന്നും വേണ്ടെന്ന് ആദർശ് മോനോട് പറയണം. അമ്മേ, അത് ആദർശേട്ടൻ ഇതായിട്ടൊന്നും പറഞ്ഞതല്ല. ആദർശേട്ടന് അങ്ങനെ ഒരു ആഗ്രഹം. അച്ഛൻ വയസ്സാം കാലത്ത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സ്റ്റാഫിനെ വെക്കാലോന്ന്. പിന്നെ മോളെ ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ 2 മക്കൾ ഇവിടെ ഉണ്ടെങ്കിലും നന്ദു ഇവിടെ നിന്നാലും നവ്യ ഇവിടേക്ക് വന്നാലും എനിക്കൊരു സന്തോഷം അത്രയൊന്നുമില്ല. പക്ഷെ മോള് വരുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം അതൊന്ന് വേറെ തന്നെയാണ് മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. പിന്നെ മോളെ ഏറ്റെടുക്കുവാണെങ്കിൽ ആർട്ട് ജ്വല്ലറി ആർട്ട് ഇത് നടത്താൻ എനിക്ക് താല്പര്യമുണ്ട്. അത് കേട്ടതും നയന ശരി അമ്മേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അയ്യോ വേണ്ട, മോൾ ആലോചിക്കൊന്നും വേണ്ട. മോളിപ്പോൾ അതിനൊന്നും സമയമില്ലാതെ നടക്കുമെന്ന് അമ്മയ്ക്കറിയാം. മോളിപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ വലിയ ഡിസൈനർ അല്ലേ. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ മോൾക്ക് ആർട്ട് ജ്വല്ലറി നോക്കി നടത്താൻ പറ്റുന്നത്? അതും ശരി തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ദേ, അമ്മ പറഞ്ഞല്ലോ, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അച്ഛനും അമ്മയും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഇപ്പം നന്ദൂട്ടനും ജോലിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട മോളെ. അമ്മേ, നന്ദു ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ ചിലവിന് തരുന്നതിലൊരു കൺട്രോൾ ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തൊക്കെ സംഭവിച്ചാലും ശരി അമ്മ ആ അച്ഛനോട് പറഞ്ഞ് ആർട്ട് ഗാലറിയുടെ കാര്യം ഒന്ന് പറയണം, കേട്ടല്ലോ. ശരി മോളെ, ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആദർശ് വന്നതും നേരം വെളുക്കുമ്പോൾ തന്നെ ആദർശമ്മ വന്നല്ലോ. അവിടെ മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? എനിക്കല്ല, അമ്മയ്ക്കാണെങ്കിൽ വല്ലാത്ത വിഷമം. ഇവളവിടെ ഇല്ലാത്തതുകൊണ്ട് നല്ല രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല അമ്മ. അത് കേട്ടതും അമ്മയാണോ ഇല്ലെങ്കിൽ ആദർശേട്ടനാണോ കണ്ണടയ്ക്കാത്തത് എന്ന് നന്ദു. അത് പിന്നെ ഉള്ള കാര്യം പറയാലോ, എനിക്ക് ഉറക്കം വന്നില്ല. ഇവളവിടെ ഇല്ലെങ്കിൽ സത്യം പറഞ്ഞ ആർക്കും ഉറക്കം വരില്ല. മുത്തശ്ശനും മുത്തശ്ശിയും പോലും നയന എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുക. അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും. അത് കേട്ടതും അതെൻ്റെ മോളുടെ ഭാഗ്യമാണ്, എൻ്റെ മോള് ചെയ്ത പുണ്യം എന്നൊക്കെ പറഞ്ഞ് കനക ഇങ്ങനെ ഇരിക്കുക. എന്നാലേ ഞാൻ റെഡി ആയിട്ട് വരാം. അമ്മ ആദർശനൊരു ചായ ഇട്ട് കൊടുക്കണേ. ശരി മോളെ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ കനക ചായ ഇടാനായിട്ട് ഒന്നും വേണ്ടമ്മേ, ഞാൻ കുടിച്ചിട്ടാ വന്നത്. നന്ദു ജോലിക്ക് പോയില്ലേ? പോകാൻ പോവുക ആദർശേട്ടാ. എന്തായാലും ആദർശേട്ടനെ സമ്മതിക്കണം. ആദർശേട്ടന് ഉറക്കമില്ലാഞ്ഞിട്ട് അമ്മയെ കുറ്റം പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അത് കേട്ടതും ആദർശ് ഇങ്ങനെ ചമ്മയും മുഖമായിട്ട് നിൽക്കുക. എന്ത് ചെയ്യാനാ? നവ്യയാണെങ്കിൽ അവിടെ വാശി കാണിച്ചുകൊണ്ട് നടക്കുക. നവ്യയുടെ വാശി എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട്, എല്ലാവരെയും വിഷമിപ്പിക്കുന്ന കുത്തുവാക്കുകളും പറയുക. എന്ത് ചെയ്യാനാ മോനെ? അവള് മനസ്സിലാക്കുന്നില്ല. അബി ഒരു പെരുങ്കള്ളനാണെന്ന് അവൾ എന്ന് മനസ്സിലാക്കുമെന്ന് അറിയില്ല. എന്ത് ചെയ്യാനാ? പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം അവളുടെ തലയിലെടുത്ത്. അവള് നന്നായാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അബിയുടെ തലയിൽ ഒരുപാട് പേരുടെ പ്രാക്കുണ്ട്. എല്ലാവരും അബിയെ പ്രാകുക.
പ്രത്യേകിച്ച് അനഘയാണ് അവനെ കൂടുതൽ പ്രാകുന്നത്. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാ. ഈ സമയം പിന്നീട് അനന്തപുരിയിലെ കാണിക്കുന്ന നവ്യാണെങ്കിൽ മുകളിലത്തെ സിറ്റ് ഔട്ടിൽ നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും കാറിൽ ആദർശൻ അതിനെ എത്തി. ഓ, ഒരു ദിവസം പോലും അവളിവിടെ ഇല്ലെങ്കിൽ അവന് തീരെ വയ്യ. പറ്റുന്നില്ല. ആദർശേട്ടൻ മറ്റൊരു പെണ്ണിന്റെ ജനിച്ച കുഞ്ഞാണ് ചന്തുമോള്. എന്നിട്ടും നയനയ്ക്ക് അതിൽ ഒരു കുഴപ്പമില്ല. ആദർശൻ നയനെ സന്തുഷ്ടരാണ്. അവൾക്കൊരു കുഴപ്പമില്ലാത്തതുകൊണ്ട് അയാൾ ജീവിച്ചു പോകുന്നു. പക്ഷെ ഇവരുടെ സന്തോഷം തല്ലിക്കിടത്തണം. എൻ്റെ അബിയെ ജയിലിലാക്കിയിട്ട് രണ്ടെണ്ണവും സന്തോഷിച്ച് നടക്കുക. സമ്മതിക്കില്ല ഞാൻ. അതിന് സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലും ആദർശിനെ കരയിപ്പിക്കണം. നയനയെയും കരയിപ്പിക്കണം. എൻ്റെ അബിയെ ജയിലിലാക്കിയവരെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. ഒപ്പം നന്ദുവിനെയും. അവളും ഇവളും ഒക്കെ ഇനി എൻ്റെ ശത്രുവാ. എൻ്റെ അബിയെ ജയിലിലാക്കിയവര് ഇനി ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുക. ഈ സമയം നമ്മുടെ നയന പോയി ദേവയാനിയുടെ കണ്ണു പൊത്തുക. അപ്പോഴേക്കും ദേവയാനി, ആഹാ, എൻ്റെ നയനമോള്, എനിക്കറിയാം. ഇതേ നയനമോളെ, മോളാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് മോളെ കണ്ണിൽ കാണണമെന്നൊന്നുമില്ല. മോളുടെ സ്പർശനം മതി എനിക്കത് മോളാണെന്ന് അറിയാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി നയനെ കെട്ടിപ്പിടിക്കുക. വന്നല്ലോ, സന്തോഷമായി. അല്ല, അമ്മ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? ഒന്നും പറയണ്ട മോളെ. മോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ രാത്രി ആദർശ് മോന് ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. എന്തിനാ അമ്മ നുണ പറയുന്നത്? എന്നിട്ട് ആദർശേട്ടൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. അമ്മ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല എന്നാണല്ലോ. അത് കേട്ടതും അവനും കള്ളം പറഞ്ഞിട്ടില്ല, ഞാനും കള്ളം പറഞ്ഞിട്ടില്ല. രണ്ടുപേരുടെയും കാര്യം അങ്ങനെ തന്നെയായിരുന്നു. ഞാനും ആദർശ് മോനും ഉറങ്ങിയിട്ടില്ല. പിന്നെ ജയേട്ടൻ മോളോട് വലിയ സംസാരമൊന്നും ഇല്ലെങ്കിലും മോൾ ഇവിടെ ഇല്ലാത്തത് ജയേട്ടനും വലിയ വിഷമ. നയനമോൾ എന്തിനാ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? 7ാം മാസം ആവുമ്പോ എന്തായാലും പോകാനുള്ളതല്ലേ എന്ന് പറഞ്ഞു. 7ാം മാസത്തിൽ എന്നെ വിടുവോ? ഇല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. അത് കേട്ടതും അതൊക്കെ അപ്പൊ പറയാം. അല്ലമ്മേ, 7ാം മാസം കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ വരേയില്ല. അത് കേട്ടതും എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരും. അത് വേണമെങ്കിൽ ഓക്കെ. ആ സമയത്ത് അമ്മയ്ക്കും ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അവിടെ ഒന്ന് നിൽക്കാമല്ലോ. അത് നല്ല സന്തോഷമായിരിക്കും എന്നൊക്കെ പറയാ. ഇത് കേട്ടതും നമ്മുടെ ദേവയാനി ഇങ്ങനെ ആലോചിക്കുക. എന്താമ്മ ആലോചിക്കുന്നേ? അത് അച്ഛനും അമ്മയ്ക്കും ആദർശേട്ടൻ മേടിച്ചു കൊടുത്ത വീടാ. അപ്പൊ അത് ആദർശേട്ടന്റെ വീടാ, ഞങ്ങളുടെ വീടാണെന്നുള്ള ഈഗോ ഒന്നും വേണ്ട. അത് കേട്ടതും അങ്ങനെയൊന്നും അവകാശം സ്ഥാപിക്കാനല്ല മോളെ ഞാൻ വരുന്നത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാ. എൻ്റെ മോളെ എന്നും കാണാൻ വേണ്ടിയാ. എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം വാ, എൻ്റെ പൊന്നുമോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അമ്മ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞ് ദേവയാനി നയനയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക അടുക്കളയിലേക്ക്. അപ്പൊ അവിടെ ജാനകി പലഹാരമൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുക. ഈ സമയം ആഹാ, നീ അടുക്കള കയറിയോ ജാനകി? ഇനിയിപ്പോ രണ്ടടുപ്പിന്റെ കാര്യമൊന്നും ഇവിടെ വേണ്ട. മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും ഇതാകണ്ട. ഇളയമ്മ മാറിയതിൽ നല്ല സന്തോഷമുണ്ട്. ഞാൻ മാറിയതൊക്കെ ശരി തന്നെയാ. പക്ഷെ എന്ന് കരുതി നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ എനിക്ക് തീരുമാനമില്ല കേട്ടല്ലോ. അത് കേട്ടതും നമ്മുടെ ഇതിങ്ങനെ ആകെ സങ്കടപ്പെടുക. അപ്പോൾ ഡയന, ഇളയമ്മേ, നന്ദുവിനെയും അനിയെയും ഒന്നിപ്പിക്കുന്നതിൽ എൻ്റെ വീട്ടുകാർക്കും വലിയ താല്പര്യമൊന്നുമില്ല. നല്ലൊരു ബന്ധത്വം വന്ന നന്ദുവിൻ്റെ കല്യാണം നടത്തും. അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല ജാനകി, എന്തുകൊണ്ടാണ് നീ നന്ദുവിന് വേണ്ടെന്ന് പറയുന്നേ? എൻ്റെ അടുത്ത് ഒരു വീട്ടിൽ നിന്ന് 3 പേര് ഇവിടെ വരുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നയനെ, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാനും ഏട്ടത്തെയും കൂടെ മാറി മാറി ഉണ്ടാക്കി തരും. എന്താ പോരെ? വാ കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും കൂട്ടി ഡൈനിങ് ടേബിളിലേക്ക് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബിയാണ്. അബിയെ കാണാനായിട്ട് ജയിലിൽ പോയിരിക്കുമോ നവ്യ അവിടെ നിൽക്കുമ്പോൾ അബി വരിക. എങ്ങനെയുണ്ടടാ, സുഖമാണോ? എന്ത് ചോദ്യം നവ്യയെ? ജയിലിൽ കിടക്കുന്ന എനിക്ക് സുഖമായിരിക്കുമോ? ഇതിനകത്ത് കിടക്കുന്നത് കള്ളന്മാരും കൊലപാതകികളുമാ. അവന്മാരൊക്കെ കാലമർത്തി കൊടുക്കാൻ പറഞ്ഞാൽ അമർത്തി കൊടുക്കണം, ഇല്ലെങ്കിൽ തല്ല് കിട്ടും. അത്രയ്ക്ക് സങ്കടം. എടാ, നിന്നെ ഈ അവസ്ഥയിലാക്കിയവരൊക്കെ ഇപ്പൊ സന്തോഷിക്കുവാടാ. ഞാൻ മാത്രം ആ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയത്. എടി നവ്യേ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ നിന്റെ വീട്ടിലെ അത് ദത്തുപുത്രിയാണോ? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? അല്ല, നിന്റെ 2 അനിയത്തിമാർക്കും അവിടെ സ്ഥാനമുണ്ട്. എന്നാൽ നിനക്ക് അവിടെ ഒരു വിലയുമില്ല. അതെനിക്കും സംശയമില്ലാതില്ലടാ. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുക. ചന്ദമോളോടുള്ള ഇഷ്ടം പോലും നിന്റെ മോനോട് ആരും കാണിക്കുന്നില്ലല്ലോ നവ്യെ. അതൊക്കെ എനിക്ക് അറിയാടാ. അതിനൊക്കെ കാരണക്കാരി അവളാ, ആ നയന. അവളെ വെറുതെ വിടരുത്. അവളുടെ സന്തോഷം തല്ലിക്കെടുത്തണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം നവ്യെ.
ചെയ്യോടാ. ഇനി എൻ്റെ രണ്ടനിയത്തിമാരും എനിക്ക് അനിയത്തിമാരല്ല, എൻ്റെ ശത്രുക്കളാ. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യും, ചെയ്യേണ്ടത് ഞാൻ ചെയ്തിരിക്കും, ഇതെന്റെ കടുത്ത തീരുമാനമാണ് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അഭിയാണെങ്കിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.